ആ ഇതാരാ? എന്റെ നോവക്കുട്ടിയോ? അമ്മച്ചിയുടെ ചക്കരെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? അമ്മേ, എത്ര നാളായടാ നിന്നെ കണ്ടിട്ട്. നീ എന്താ ഇത്ര നാളും വരാതിരുന്നത്? നീ വലിയ ആളായി പോയല്ലോ. ആകെ തിരക്കായിരുന്നു അമ്മച്ചി. വാ, കേറി വാ. വരുന്നില്ല അമ്മച്ചി, ഞങ്ങൾക്കൊന്ന് പുറത്തു പോണേ. എന്താ ഇന്ന് വല്ല സർജറിയും ഉണ്ടോ? എന്താ നിനക്ക് ഇത്ര തിരക്കിന്ന് തിരിച്ചു പോകാൻ? നീ സാധാരണ വന്നാൽ കുറച്ചു സമയം ഇവിടെ എന്റെ കൂടെ ചെലവഴിക്കുന്നതല്ലേ? ഇവിടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാനുണ്ട്, ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. ഇത് നോവയുടെ ഡ്രസ്സും കുറച്ച് സാധനങ്ങളൊക്കെയാണേ. ഞാൻ ഇവിടെ വെച്ചേക്കുവാണേ. നോവക്കുട്ടി മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ. പപ്പയും മമ്മി പോയിട്ട് വരട്ടെ. അമ്മച്ചിയോട് വഴക്ക് കൂടുവോ? മിടുക്കത്തി ആയിട്ടിരിക്കണം കേട്ടോ. എന്നൊരു ഉമ്മ തരാവോ? ടാറ്റാ, ബൈ ബൈ. ഓക്കേ. അന്ന് നമ്മൾ അവളെ ഓർഫനേജിൽ നിന്ന് നമ്മുടെ കൂടെ കൂട്ടി. അവൾ നമുക്കൊരു താങ്ങാവുമെന്നല്ലേ വിചാരിച്ചത്? ആ, എല്ലാം വെറുതെ നമ്മുടെ വ്യാമോഹമായിരുന്നു. ഇന്ന് അവൾക്ക് നമ്മളെ വേണ്ട പോലും. നമ്മുടെ മോനും. ആ, ഇത് വല്ലതും നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താ വാവേ? മോൾ എന്തെടുക്കുവായിരുന്നു? എന്ത് കളിക്കുവായിരുന്നു? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? മമ്മി പപ്പയോട് പറയണ കേട്ടാണ്. എന്ത്? എന്താ പറഞ്ഞേ? അമ്മ മരിച്ച പിന്നെ നാട്ടിലേക്ക് പോവണ്ടാണ്. ഇന്നത്തെ വരെ നാട്ടി വരണ ആട്ട. ഓടിക്കളിക്ക, ഇടുങ്ങി നടക്ക, ഇന്നത്തെ വരെ ആട്ട. വാ മോനിങ്ങി വാ. അമ്മച്ചി, മോൾ ഇറങ്ങിക്കുക, അമ്മച്ചി ഒരു ഫോൺ വിളിക്കട്ടെ. ഹലോ, ഇത് തോമസ് അച്ഛനല്ലേ? ഹലോ, സെന്റ് മേരീസ് ഓർഫനേജിലെ തോമസ് അച്ഛനല്ലേ? അതെയല്ലോ. അച്ഛനോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ചു നാളായി വിചാരിക്കുന്നേ. ഞാനും കൂടി അങ്ങോട്ട് താമസം മാറ്റിയാലോ? അല്ലേ അച്ഛാ? എനിക്കും കൂടി അവിടെ ഒരു സീറ്റ് തരുമോ അച്ഛാ? അതിന് മാത്രം എന്തു പറ്റി? പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അവിടെ വന്നിട്ട് അച്ഛനോട് പറയാം കേട്ടോ.
വിഷമിക്കാതിരിക്കെ, ഞാൻ അവരോട് സംസാരിക്കാം. ഓക്കെ അച്ഛാ. ആയിക്കോട്ടെ കേട്ടോ. ഒടുക്കം വരുന്നുണ്ടോ? ഇവിടെ കിന്നോട്ടാ ചാച്ചിത്തോ വാവോ വാവോ. ചായ തോമസ് അച്ഛനാണല്ലോ വിളിക്കുന്നേ. ഹലോ തോമസ് അച്ഛാ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ചായ ചായ തോമസ് അച്ഛൻ എന്താ പറഞ്ഞേ? അമ്മയ്ക്ക് എന്തോ നമ്മൾ പോകുന്നത് അത്ര ഫീലായെന്ന് തോന്നുന്നു. അച്ഛൻ പറഞ്ഞതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ സ്വത്തൊക്കെ നമ്മുടെ പേരിലോട്ട് എഴുതി വെച്ചിട്ട് ഓർഫനേജിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അച്ഛനെ വിളിച്ചിട്ട് ഓർഫനേജിൽ സ്ഥലമുണ്ടോ, അമ്മ അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചു. എന്നാ ചെയ്യേണ്ടത് നമുക്ക്? നിനക്കറിയാവുന്നതല്ലേ അമ്മ എത്ര കഷ്ടപ്പെടാണ് എന്നെ പഠിപ്പിച്ചത്. ചാച്ച മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലായിരുന്ന സമയത്ത് അമ്മ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്തിട്ടാണ് എന്നെ പഠിപ്പിച്ച് ഡോക്ടർ വരെ ആക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. നമ്മളത് അമ്മേനെ ഒറ്റയ്ക്കാക്കി പോകാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. നമ്മുടെ ഒരു പ്രസൻസിന് വേണ്ടിയിട്ടല്ലേ അമ്മ ആഗ്രഹിക്കുന്നത്. നീ ഓർഫനേജിൽ ഇത്ര നാൾ നിന്നതല്ലേ, നിനക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയാലോ. ആരുമില്ലാതെ വരുന്നത്, കാണാനായിട്ട് ആരുമില്ല, ആര് സംസാരിക്കാനായിട്ട് കൂട്ടിനാളില്ലാതെ വരുന്ന സമയത്തെ സിറ്റുവേഷനൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ അമ്മ ഓർഫനേജിൽ ഇതേപോലെ ആരും നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന സിറ്റുവേഷനെ പറ്റി നീ ചിന്തിച്ച് നോക്കിക്കേ. എനിക്കൊരിക്കലും അത് ചിന്തിക്കാനായിട്ട് പറ്റുന്നില്ല. എന്നെക്കാളും കൂടുതൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നീ ആ ഒരു വഴിയിൽ കൂടെ കടന്നു പോയതല്ലേ. ചായ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ കുറച്ചുകൂടി അമ്മയെ മനസ്സിലാക്കണമായിരുന്നു. നമുക്ക് തിരിച്ചു പോവാം വീട്ടിലോട്ട്. അമ്മയുടെ ഒപ്പം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എന്നാ ശരി, നമുക്ക് തിരിച്ചു പോവാം. ആ ഇതെന്താ, നിങ്ങൾ നേരത്തെ തിരിച്ചു വന്നോ? നിങ്ങളല്ലേ പറഞ്ഞത് 2-3 ദിവസം കഴിഞ്ഞേ വരുമെന്ന്. കേറി വാ. നിങ്ങൾ മടുത്തോ? ഇല്ല അമ്മച്ചി. നോവക്കുട്ടി ആരാ നോക്കിക്കേ? നോവക്കുട്ടി കൊച്ചെന്നെ അടുക്കുമായിരുന്നു. മോക്ക് വേണമെങ്കിൽ ഇത് കഴിച്ചോ. ഇത് കഴിച്ചോ, വിശക്കുന്നില്ലേ? എവിടെയൊക്കെ പോയി ഞങ്ങൾ പോയില്ല, പോകാൻ തുടങ്ങുമായിരുന്നു. അമ്മച്ചിക്ക് എന്നാണ്ട് വിശേഷം? എന്ത് വിശേഷം? അല്ല, നിങ്ങൾ പോകുമെന്ന് പറഞ്ഞിട്ട് പോയില്ലേ? എന്താ പെട്ടെന്ന് മടങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ. അമ്മേ, തോമസ് അച്ഛൻ വിളിച്ചായിരുന്നു. അമ്മേനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇനി ഞങ്ങൾ എങ്ങും പോവില്ല. ഈ ജീവിതയാത്രയിൽ ഞങ്ങൾക്കൊപ്പം അമ്മയും ഉണ്ടാവും.